നമസ്കാരം. മാസപ്പടി കേസിലെ വിധി വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഇല്ല, ദുബായിലേക്ക് തിരിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വഴിയായിരുന്നു യാത്ര സ്വകാര്യ സന്ദർശനമാണ് എന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയൊക്കെ മഹാനുഭാവൻ നേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഇപ്പോൾ ഗൾഫിലാണുള്ളത്. മകനെ കാണാനാണ് യാത്ര എന്നാണ് സൂചന. ആരെല്ലാം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം കടുപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴാണ് ഈ യാത്ര. ഇതിനിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഒരു വിദേശയാത്ര എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും വിദേശയാത്രയ്ക്ക് പോകപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള യാത്രകൾ പലപ്പോഴും ദുരൂഹത ഉളവാക്കുന്നു എന്നുള്ള വാദം കൂടിയുണ്ട്. മാത്രമല്ല അതൊരു ആക്ഷേപമായിട്ടും ആരോപണമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നത് ഈ ഒരു അവസരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും. ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. കാരണം ഇത്തരത്തിലുള്ള വിദേശയാത്രകളെ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന വിദേശയാത്രകളെ ഒഴിവാക്കേണ്ടതല്ലേ? ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നുള്ള സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് അദ്ദേഹം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിലൊക്കെ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്ന പതിവ് സാധാരണയുണ്ട്. പക്ഷേ സ്വകാര്യ സന്ദർശനമായതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കൂടെ പോകുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. വീണയെ ഏത് സമയത്തും ഇ.ഡി. ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് പറയപ്പെടുന്നത്, യാത്രയുടെ വിശദാംശങ്ങൾ എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് പറയാം. ഇനി തിരഞ്ഞെടുപ്പ് നടക്കുവാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. മുഖ്യമന്ത്രി എന്ന് മടങ്ങുമെന്നുള്ള വിവരം പോലും ഇപ്പോൾ അറിവായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കും നൽകാതെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി തിരിച്ചെത്തുമെന്നുള്ള സൂചനയാണ് CPM വൃത്തങ്ങളടക്കം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് ചില തടസ്സങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഈ യാത്ര. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയാൻ പോകുന്നത്. കേസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാത്യു കുഴൽനാടൻ MLA അടക്കം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോലും. ഇതിനിടെയാണ് ഗൾഫിലേക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര പോകുന്നത് എന്നതും വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. ലാവ്ലിൻ കേസും സുപ്രീം കോടതിയിൽ ഈ ആഴ്ച അന്തിമവാദം കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ അതിനും എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയില്ല. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ ഒരു ആരോപണം ഉന്നയിച്ചത്. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് തിരുവനന്തപുരം കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ 5 രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയതും കോടതിയിൽ നൽകുകയും ചെയ്തത്. CMRLന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിന് തെളിവായിട്ടുള്ള രേഖകളാണ് ഹാജരാക്കിയതെന്ന് കുഴൽനാടൻ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ രേഖകളിൽ സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിജിലൻസിൻ്റെ വാദം. മാസപ്പടിയിൽ വിജിലൻസ് കോടതി വിധിയുടെ ദിവസം മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പറക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എക്സോളജി കേസിൽ മകളെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടരുന്നതിനിടെയാണ് ദുബായിലേക്ക് പിണറായി പറക്കുന്നത്. മകനെ കാണാനുള്ള സൂചന എന്ന് പറയപ്പെടുമ്പോഴും മുഖ്യമന്ത്രി ഇനി കുറച്ചു കാലം എന്തായാലും സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിലും മുഖ്യമന്ത്രി ഉണ്ടാകില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ മാസപ്പടി കേസിലെ വിധിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന ലാവ്ലിൻ കേസ്, ബുധനാഴ്ച നടക്കാൻ പോകുന്ന ലാവ്ലിൻ കേസുമൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും കേരളത്തിലും ഇന്ത്യയിലുമൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനില്ല. പിണറായി വിജയൻ ദുബായിൽ ഇങ്ങനെ മകനും മകൾക്കുമൊപ്പം ഉല്ലസിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യും.